പക്ഷേ നിഷ്കളങ്കനായ യൂസഫ് നബി സഹോദരങ്ങളോട് തൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ് അവരുടെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിച്ചു. ഉപ്പ, നമ്മളെക്കാൾ യൂസഫിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുപക്ഷെ അവൻ നല്ല സുന്ദരനായതുകൊണ്ടായിരിക്കും. അവൻ്റെ ശല്യം ഇല്ലാതാക്കണം. നമുക്ക് അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? പക്ഷേ നമ്മൾ എങ്ങനെ അവനെ കൊല്ലും? ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണം. അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാണുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാം. ആരെങ്കിലും വന്ന് അവനെ പൊക്കിയെടുത്ത് അടിമയാക്കി ദൂരേക്ക് കൊണ്ടുപോയിക്കൊള്ളും. അതായിരിക്കും നല്ലത്. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ഈ വിധം തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് യാക്കൂബ് നബിയുടെ അടുത്തെത്തി. യൂസഫ് നബിയെ അവരുടെ കൂടെ അയക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ യാക്കൂബ് നബിക്ക് യൂസഫ് നബിയുടെ കാര്യത്തിൽ അല്പം ഭയമുണ്ടായിരുന്നു. കാരണം യൂസഫ് നബിയോട് മറ്റുള്ളവർക്കുള്ള അസൂയ യാക്കൂബ് നബിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. യൂസഫ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനല്ലേ? ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കില്ലേ? പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ പേടിക്കുന്നത് നിങ്ങൾ കളിക്കുന്ന സമയം വല്ല ചെന്നായയും പിടിച്ചു കൊണ്ടുപോയാലോ എന്നാണ്. യാക്കൂബ് നബി പറഞ്ഞു, അവനെ ഞങ്ങളുടെ കൂടെ അയക്കൂ. ഒരു പോറൽ പോലും പറ്റാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ എന്ത് അപകടം സംഭവിക്കാനാണ്? ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകുമല്ലോ. ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ യാക്കൂബ് നബി യൂസഫ് നബിയെ പറഞ്ഞയക്കാൻ തയ്യാറായി. അടുത്ത ദിവസം അവരെല്ലാവരും കൂടി ഒരു കാട്ടിലേക്ക് യാത്രയായി. കൂടെ യൂസഫ് നബിയും ഉണ്ടായിരുന്നു. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ആ അസുലഭ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ കണക്കുകൂട്ടിയതുപോലെ യൂസഫ് നബിയെ ഒരു പൊട്ടക്കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. പൊട്ടക്കിണറിനടുത്ത് എത്തിയപ്പോൾ അവർ യൂസഫ് നബിയെ ബലമായി പിടിച്ചുവച്ചു. യൂസഫ് നബിക്ക് ഓടാനോ രക്ഷപ്പെടാനോ സാധിച്ചില്ല. അവർ യൂസഫ് നബിയുടെ വസ്ത്രമഴിച്ചു മാറ്റി ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടിയായ യൂസഫ് നബി അവരോട് സഹായത്തിനായി കീണപേക്ഷിച്ചു. എന്നാൽ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ യൂസഫ് നബി ആ ഇരുണ്ട പൊട്ടക്കിണറ്റിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ അള്ളാഹു യൂസഫ് നബിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്കൊരു നല്ല കാലം വരും. അന്ന് നിന്റെ സഹോദരങ്ങൾ നിന്റെ മുൻപിൽ വന്നെത്തും. അന്ന് നീ അവർ നിന്നോട് ചെയ്തതെന്തെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. യൂസഫ് നബി കിണറിൻ്റെ അകത്ത് പാറക്കെട്ടുള്ള ഭാഗത്ത് സുരക്ഷിതമായി ഇരുന്നു. അതേസമയം യാക്കൂബ് നബിയോട് എന്തു പറയും എന്നുള്ള കാര്യം കൂടി ആലോചിക്കുകയായിരുന്നു സഹോദരങ്ങൾ. നമുക്ക് പറയാം, ഉപ്പ പേടിച്ചതുപോലെ അവനെ ഒരു ചെന്നായ പിടിച്ചു കൊണ്ടുപോയി എന്ന്. അതെ, അങ്ങനെ തന്നെ പറയാം. അവർ അങ്ങനെ ഒരു ആടിനെ കൊല്ലുകയും അതിൻ്റെ രക്തം യൂസഫ് നബിയുടെ വസ്ത്രത്തിൽ പുരട്ടുകയും ചെയ്തു. അവർ ഓടി യാക്കൂബ് നബിയുടെ അടുത്തെത്തി. ഉപ്പ, ഞങ്ങൾ യൂസഫിനെ ഞങ്ങളുടെ സാധനങ്ങൾ ഏൽപ്പിച്ച് കളിക്കാൻ പോയതായിരുന്നു. തിരിച്ചെത്തുമ്പോഴേക്കും അവനെ ഒരു ചെന്നായ കടിച്ചുകൊണ്ടുപോയി ഉപ്പ. അവർ ആ രക്തം പുരണ്ട വസ്ത്രം യാക്കൂബ് നബിയെ കാണിച്ചു. പക്ഷേ യാക്കൂബ് നബിക്ക് അവർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. ഒരു ചെന്നായ കടിച്ചു കീറിയ വസ്ത്രം കീറിപ്പറിഞ്ഞ അവസ്ഥയിലായിരിക്കും. എന്നാൽ യൂസഫ് നബിയുടെ വസ്ത്രത്തിൽ രക്തം മുക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. യാക്കൂബ് നബി പറഞ്ഞു, ഇതാണോ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കഥ? ഈ കഥ ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ മകൻ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അന്ന് രാത്രി യാക്കൂബ് നബിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അതേപോലെ യൂസഫ് നബിക്കും വളരെ ഭയാനകമായ അനുഭവമാണ് ഉണ്ടായത്. പിതാവിനും മകനും ഒരുപോലെ അസ്വസ്ഥത അനുഭവിച്ച രാത്രിയായിരുന്നു അന്ന്.
അടുത്ത ദിവസം ഈജിപ്തിലേക്ക് യാത്ര പോകുകയായിരുന്ന ഒരു കച്ചവട സംഘം ആ കിണറിനടുത്ത് എത്താനിടയായി. അവർ കൂട്ടത്തിൽ ഒരാളെ കിണറിനടുത്തേക്ക് വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചു. കിണറിലേക്ക് വീണ പാത്രം കണ്ടപ്പോൾ യൂസഫ് നബിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കയറിൽ മുറുകെ പിടിച്ചു. എന്നാൽ വെള്ളമെടുക്കാൻ വന്ന ആൾക്ക് അത് പൊക്കിയെടുക്കാൻ സാധിച്ചില്ല. എന്തോ നിധി തടഞ്ഞിട്ടുണ്ട് എന്ന് അത്ഭുതപ്പെട്ട് തൻ്റെ കൂടെയുള്ളവരെ എല്ലാം സഹായത്തിന് വിളിച്ചു. അവർ ആ പാത്രം പൊക്കിയെടുത്തപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ആൺകുട്ടിയെ കണ്ടു. അവർ ഉടനെ ആലോചിച്ചു, ഈ സുമുഖനായ ബാലനെ ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കാം. അങ്ങനെ അവർ യൂസഫ് നബിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായി. കച്ചവടക്കാർ മാർക്കറ്റിൽ പോയി പ്രവാചകനെ ലേലത്തിന് വച്ചു. ഈ സുന്ദരനായ യുവാവിനെ ആര് വാങ്ങും? അവർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. സുന്ദരനായ അസാധാരണ ബാലനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഈജിപ്തിലെ മുഖ്യമന്ത്രി അസീസ് ഏതാനും വെള്ളി നാണയങ്ങൾ നൽകി നബിയെ ലേലത്തിന് വാങ്ങിച്ചു. കൊട്ടാരത്തിലെത്തിയ ശേഷം നബിയുടെ ചങ്ങലകൾ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി ഭടന്മാരോട് ഉത്തരവിട്ടു. വിശ്വസ്തനായിരിക്കണമെന്നും ഒരിക്കലും നിന്നെ ദ്രോഹിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി നബിയോട് പറഞ്ഞു. അസീസ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇയാളെ ഇവിടെ താമസിപ്പിക്കുക. ഇയാളൊരു ബുദ്ധിയുള്ള യുവാവാണ്. കൊട്ടാരത്തിലുള്ളവർ നബിയെ നന്നായി പരിപാലിച്ചു. എങ്കിലും താൻ ഒരു അഭയാർത്ഥിയാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. ആഴമുള്ള കിണറ്റിൽ നിന്നും ജീവനോടെ പുറത്തുവരാൻ സാധിച്ചതിലും കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനും അദ്ദേഹം വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ആഹാര സാധനങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാലും സഹോദരന്മാരും മാതാപിതാക്കളും അടുത്തില്ലാത്തതിനാൽ വളരെ ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ ആഹ്ലാദകരമായ പെരുമാറ്റം കൊണ്ട് നബി എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടി. മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ വ്യക്തിപരമായ ശുശ്രൂഷകനാകുകയും ചെയ്തു. അവർ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ല മനുഷ്യനായി യൂസഫ് നബിയെ കണ്ടു. ആളുകൾ നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. നബിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് ആത്മാവിൻ്റെ വിശുദ്ധിയായിരുന്നു. അദ്ദേഹം വളർന്നപ്പോൾ അറിവും വിജ്ഞാനവും നേടി. പെട്ടെന്ന് തന്നെ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായി. എപ്പോഴും ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. യൂസഫ് നബി തൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും സത്യസന്ധനും മാന്യനുമായ വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ യജമാനൻ തിരിച്ചറിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹം ഭവനഭരണത്തിൻ്റെ മേലധികാരിയായി. മുഖ്യമന്ത്രിക്ക് തൻ്റെ മകനെപ്പോലെയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഭാര്യ സുലൈഖയ്ക്ക് യൂസഫിനോട് ആരാധന തോന്നി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് പ്രവാചകനോടുള്ള അഭിനിവേശം വർദ്ധിച്ചു. പ്രവാചകനോടുള്ള ഭ്രാന്തമായ സ്നേഹത്താൽ അവൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി. സുലൈഖയ്ക്ക് തൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഒരിക്കൽ പ്രവാചകൻ കിടപ്പറയിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അവൾ നബിയെ ചുംബിക്കാൻ ശ്രമിച്ചു. യൂസഫ് നബി അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായിരുന്നു. അദ്ദേഹം അവളെ വിട്ടുപോയി. പ്രവാചകന്റെ നിരസനം സുലൈഖയുടെ ആവേശമുയർത്തി. വാതിലിനു നേരെ നീങ്ങുകയായിരുന്ന നബിയെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ കയറിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കുപ്പായം കീറിയെടുത്ത് കീറിയ കഷ്ണം തുണി അവളുടെ കയ്യിലുണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് അവളുടെ ഭർത്താവും ബന്ധുക്കളും അവിടെ എത്തി. അവൾ ഭർത്താവിനെ കണ്ടപ്പോൾ വക്രതയുള്ള ആ സ്ത്രീ
അവളുടെ സ്വരം മാറ്റി കയ്യിലിരിക്കുന്ന കീറിയ തുണിക്കഷ്ണം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "ഈ മനുഷ്യൻ എന്നെ പിടിക്കാൻ ശ്രമിച്ചു. നിങ്ങളവനെ ഇപ്പോൾ തന്നെ തടവിലാക്കണം." അവൾ പ്രവാചകനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രവാചകൻ അത് നിഷേധിച്ചു. "ഇവളാണ് എന്നെ കയറിപ്പിടിച്ചത്" എന്ന് അദ്ദേഹം പറഞ്ഞു. അസീസും കൂടെയുണ്ടായിരുന്നവരും ആരാണ് സത്യം പറയുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന്റെ കുപ്പായം പരിശോധിച്ചു. കുപ്പായത്തിന്റെ പുറകുവശമാണ് കീറിയതെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, "യൂസഫാണ് നിന്നെ ആക്രമിച്ചതെങ്കിൽ കുപ്പായത്തിന്റെ മുൻപിൽ കീറുമായിരുന്നു. യൂസഫിന്റെ കുപ്പായത്തിന്റെ പിന്നിലാണ് വിള്ളലുള്ളത്." തന്റെ ഭാര്യ കള്ളം പറയുന്നതായി അസീസ് തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ ഭാര്യയുടെ മോശമായ പെരുമാറ്റത്തിൽ മുഖ്യമന്ത്രി പ്രവാചകനോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് മാപ്പ് തേടാൻ ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. "അവളെ നോക്കൂ," അവരിൽ ചിലർ പറഞ്ഞു. "അവൾ അവളുടെ അടിമയെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു." മറ്റുള്ളവർ അവളെ പരിഹസിച്ച് ചിരിച്ചു. ആളുകൾ പറയുന്നത് കേട്ട് സുലൈഖ വിഷമിച്ചു. യൂസഫിനെപ്പോലെ സുന്ദരനായ ചെറുപ്പക്കാരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക ഏതൊരു സ്ത്രീക്കും അത്ര എളുപ്പമല്ലെന്ന് അവൾ വിശ്വസിച്ചു. ഒരു വിരുന്ന് നടത്താൻ എല്ലാ സ്ത്രീകളെയും അവളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ അവർ തീരുമാനിച്ചു. അവളുടെ നിസ്സഹായത തെളിയിക്കാൻ താൻ നേരിടുന്ന അതേ പ്രലോഭനത്തിൽ മറ്റു സ്ത്രീകളെ കീഴ്പ്പെടുത്താൻ അവൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഒരു വിരുന്ന് നടത്താൻ എല്ലാ സ്ത്രീകളെയും അവളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. വിരുന്ന് സ്ത്രീകൾക്കായി മാത്രമായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും വിരുന്നിനെത്തി. അവരിൽ അധിക പേരും യൂസഫ് നബിയെ കാണാൻ അവസരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് എത്തിയത്. "എന്റെ ദാസനോടുള്ള സ്നേഹത്താൽ ഞാൻ സംസാരിക്കുന്നു" എന്ന് പറഞ്ഞ് സുലൈഖ വിഷയത്തിലേക്ക് കടന്നു. സ്ത്രീകൾ അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവച്ച് സുലൈഖയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. "അവൻ ഒരു സുന്ദരനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്നതും ഞാൻ നിഷേധിക്കുന്നില്ല." ഈ ഏറ്റുപറച്ചിൽ കേൾക്കാൻ എല്ലാവരും വിരുന്നുശാലയിൽ മുഴുകിയിരുന്നു. അതിനിടയിൽ സുലൈഖ അതിഥികൾക്കായി പഴങ്ങൾ വിതരണം ചെയ്യാൻ പരിചാരകരോട് ആവശ്യപ്പെട്ടു. അത്താഴത്തിനു ശേഷം അതിഥികൾ അവരുടെ പഴങ്ങൾ മുറിച്ചു തുടങ്ങി. ഈ സമയത്താണ് സുലൈഖ യൂസഫ് നബിയെ വിളിക്കുന്നത്. തന്റെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഹാളിൽ പ്രവേശിച്ചു. സുലൈഖ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം തല ഉയർത്തി. യൂസഫ് നബിയുടെ മുഖം കണ്ടപ്പോൾ അതിഥികൾ വിസ്മയഭരിതരായിരുന്നു. നബിയുടെ മുഖം സൗന്ദര്യം കൊണ്ട് തിളങ്ങുന്നതായിരുന്നു. അത് നിഷ്കളങ്കതയെ പ്രതിഫലിപ്പിച്ചു. പഴങ്ങൾ മുറിക്കുകയായിരുന്ന അവർ ആശ്ചര്യപ്പെട്ടു. അവരുടെ കണ്ണുകൾ പ്രവാചകന്റെ മുഖത്തായിരുന്നു. പ്രവാചകനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന അവർ സ്വന്തം കൈകൾ മുറിക്കാൻ തുടങ്ങി. അവരുടെ കൈകളിൽ നിന്നും രക്തം ഒഴുകുന്ന കാര്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം സുലൈഖ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, "നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക." സ്ത്രീകൾ അവരുടെ കൈകളിൽ നോക്കി. അപ്പോഴാണ് കൈകളിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടത്. അവർ ആ മുറിവുകൾ തങ്ങളുടെ തൂവാലകൾ കൊണ്ട് ചുറ്റിക്കെട്ടി. "ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല," സുലൈഖ പറഞ്ഞു തുടങ്ങി. "അദ്ദേഹത്തെ വശീകരിക്കാൻ ഞാൻ ശ്രമിച്ചതാണെന്ന് നിരസിക്കുന്നുമില്ല. നിങ്ങളും അവനെ കണ്ട് മതിമറന്നു. നിങ്ങളുടെ കൈകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നോക്കുക. അദ്ദേഹം വീണ്ടും എന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ ഞാൻ അദ്ദേഹത്തെ തടവിലാക്കും" എന്നും അവൾ പറഞ്ഞു. പ്രവാചകൻ കുറ്റബോധമില്ലാതെ ശാന്തമായി മറുപടി പറഞ്ഞു, "ജയിലിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു." പ്രവാചകൻ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് മുറിവിട്ടുപോയി. ആ രാത്രിയിൽ സുലൈഖ തന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി. അവളുടെ മുഖം രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി പ്രവാചകനെ തടവിലാക്കുക എന്നതായിരുന്നു. മുഖ്യമന്ത്രി ഒരു മകനെപ്പോലെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. യൂസഫ് നിരപരാധിയാണെന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യൂസഫിനെപ്പോലെ വിശ്വസ്തനായ മറ്റൊരു മനുഷ്യനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുമില്ലായിരുന്നു. അസീസ് യൂസഫിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും ഉത്തരവിട്ടു. നിരപരാധിയായ ഒരു മനുഷ്യനെ ജയിലിലടയ്ക്കാൻ അദ്ദേഹത്തിന് അത്ര എളുപ്പമല്ലായിരുന്നു. എന്നിരുന്നാലും അയാൾക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മൂന്നാമത്തെ പരീക്ഷണം നേരിടേണ്ടി വന്നത്. പ്രവാചകൻ തന്റെ മൂന്നാമത്തെ പരീക്ഷണം നേരിടേണ്ടിയിരുന്നത് തടവറയിലായിരുന്നു.
ഈ കാലഘട്ടത്തിലാണ് അല്ലാഹു അദ്ദേഹത്തിന് അസാധാരണമായ ഒരു സമ്മാനം നൽകിയത്. സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള കഴിവായിരുന്നു അത്. നല്ല അറിവും കരുണാസമ്പന്നനുമായ ഒരു യുവാവാണ് യൂസഫ് എന്ന് ജയിലിലെ ആളുകൾക്ക് അറിയാമായിരുന്നു. അവർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അതേസമയം മറ്റു രണ്ടുപേർ ജയിലിലെത്തിച്ചേർന്നു. ഒരുവൻ രാജാവിന്റെ പാനപാത്രവാഹകനും മറ്റൊരാൾ അദ്ദേഹത്തിന്റെ പാചകക്കാരനുമായിരുന്നു. ആ രാത്രിയിൽ പുതുതായി വന്ന ആ രണ്ടു തടവുകാർ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. അവർ ഉണർന്നപ്പോൾ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ അവർ ആശയക്കുഴപ്പത്തിലായി. അടുത്ത ദിവസം അവർ പ്രവാചകനെ കണ്ടപ്പോൾ യൂസഫ് ഒരു സാധാരണ കുറ്റവാളിയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന് അവരുടെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. ഞാൻ വളരെ വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. രാജാവിന്റെ പാചകക്കാരൻ പറഞ്ഞു, ഞാൻ എന്റെ തലയിൽ അപ്പവുമായി ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. രണ്ടു പക്ഷികൾ എന്റെ തലയിലിരുന്ന് അപ്പം തിന്നുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ ആദ്യം അല്ലാഹുവിനെ വിളിച്ചു. അനന്തരം നബി സ്വപ്നത്തിന്റെ അർത്ഥം പറഞ്ഞു. പാചകക്കാരൻ മരിക്കുന്നതുവരെ അവൻ ക്രൂശിക്കപ്പെടുമെന്നായിരുന്നു സ്വപ്നം. പ്രവാചകൻ പാനപാത്രവാഹകനോട് തന്റെ സ്വപ്നത്തെപ്പറ്റി പറയാൻ ആവശ്യപ്പെട്ടു. ഞാൻ രാജാവിന് വീഞ്ഞു നൽകിക്കൊണ്ട് കൊട്ടാരത്തിൽ നിൽക്കുന്നതാണ് കണ്ടത്. പാനപാത്രവാഹകൻ പറഞ്ഞു. പ്രവാചകൻ കുറച്ചു സമയത്തേക്ക് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം ഉടനെ സ്വതന്ത്രനാക്കപ്പെടുമെന്നും രാജാവിന്റെ സേവകനായി തിരിച്ചു പോകുമെന്നും പറഞ്ഞു. തന്നെക്കുറിച്ച് രാജാവിനോട് സംസാരിക്കണമെന്നും യൂസഫ് എന്നു പേരുള്ള നിരപരാധിയായ ഒരു ആത്മാവ് തടവറയിലുണ്ടെന്ന കാര്യം രാജാവിനോട് പറയണമെന്നും പ്രവാചകൻ പാനപാത്രവാഹകനോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചതുപോലെ സംഭവിച്ചു. പാചകക്കാരൻ കുരിശിലേറ്റപ്പെടുകയും പാനപാത്രവാഹകൻ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ അയാൾ ജോലിയിൽ തിരിച്ചെത്തിയ ഉടൻ ശൈത്താൻ അയാൾക്ക് പ്രവാചകനെക്കുറിച്ച് മറവി നൽകി. അതിനാൽ യൂസഫ് നബിക്ക് കുറച്ചു വർഷക്കാലം കൂടി ജയിലിൽ കഴിയേണ്ടി വന്നു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം ഒരു രാത്രി രാജാവ് തന്റെ കൊട്ടാരത്തിൽ ഉറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ രാജാവ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ രാജാവ് നൈൽ നദീതീരത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നദിയിലെ വെള്ളം കുറഞ്ഞു വരുന്നതായി കണ്ടു. അടിയിലെ ചെളി തെളിഞ്ഞു കാണാം. വെള്ളമില്ലാതെ മീനുകൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നു. തുടർന്ന് വെള്ളത്തിൽ നിന്നും 7 തടിച്ചു കൊഴുത്ത പശുക്കൾ ഉയർന്നു വരികയും അവയെ മെലിഞ്ഞുണങ്ങിയ 7 പശുക്കൾ പിന്തുടരുന്നതും അദ്ദേഹം കണ്ടു. മെലിഞ്ഞ പശുക്കൾ കൊഴുത്ത പശുക്കളെ വിഴുങ്ങാൻ തുടങ്ങി. രാജാവ് ഇത് കണ്ട് ഭയന്നു. അതിനുശേഷം നദീതീരത്ത് 7 പച്ചിലച്ചെടികൾ വളരുകയും പെട്ടെന്ന് അവ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ സ്ഥാനത്ത് 7 ഉണങ്ങിയ ചെടികൾ വളർന്നു. രാജാവ് തൻ്റെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അയാൾക്ക് ഞെട്ടലും വിഭ്രാന്തിയുമുണ്ടായി. അടുത്ത ദിവസം രാജാവ് തൻ്റെ മന്ത്രിമാരെയും പുരോഹിതന്മാരെയും ഉപദേശകരെയും വിളിച്ചുകൂട്ടി തൻ്റെ സ്വപ്നത്തെപ്പറ്റി അവരോട് പറഞ്ഞു. ഇതൊരു വിചിത്രമായ കുഴപ്പിക്കുന്ന സ്വപ്നമാണ്. താങ്കൾ ഒരുപക്ഷേ കൂടുതൽ ഭക്ഷണം കഴിച്ചതുകൊണ്ടാവാം. പുരോഹിതന്മാർ പറഞ്ഞു. നിങ്ങൾ ഒരു പുതപ്പില്ലാതെ ഉറങ്ങിയതുകൊണ്ടാവാം. മന്ത്രി പറഞ്ഞു. ഇത് ഒരു ദുസ്വപ്നം മാത്രമാണെന്നും അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും അവരെല്ലാവരും പറഞ്ഞു. ഈ വാർത്ത പാനപാത്രവാഹകനിലുമെത്തി. അദ്ദേഹം ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു. പെട്ടെന്ന് അദ്ദേഹത്തിന് യൂസഫ് നബിയെക്കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം രാജാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പ്രവാചകനെപ്പറ്റി പറഞ്ഞു. കാരാഗൃഹത്തിലായിരുന്നപ്പോൾ തന്റെ സ്വപ്നം വ്യാഖ്യാനിച്ച കാര്യം രാജാവിനോട് പറഞ്ഞു. യൂസഫ് നബി തന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് രാജാവിനോട് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഞാനത് മറന്നുപോയി. ഉടനെ രാജാവ് അയാളെ പ്രവാചകനെ കാണാൻ പറഞ്ഞയച്ചു. പാനപാത്രവാഹകൻ പ്രവാചകനെ കണ്ടുമുട്ടി രാജാവിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും പിന്നീട് സ്വപ്നത്തിൻ്റെ അർത്ഥം വിശദീകരിക്കുകയും ചെയ്തു. രാജ്യത്ത് 7 വർഷം സമ്പന്നമായ വിളവെടുപ്പുണ്ടാകും, അദ്ദേഹം പറഞ്ഞു.
മണ്ണിൽ നന്നായി കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടാകും. ആളുകൾക്ക് ധാരാളം ഭക്ഷണമുണ്ടാകും. ഇതിനെ തുടർന്ന് രാജ്യത്ത് 7 വർഷത്തെ വരൾച്ചയുണ്ടാകും. ആവശ്യത്തിന് ഭക്ഷണമുണ്ടാവില്ല. ഈജിപ്ത് മുഴുവൻ ദാരിദ്ര്യത്തിലാവും. യൂസഫ് നബിയെ ജയിൽ മോചിതനാക്കാനും തന്റെ മുൻപിൽ ഹാജരാക്കാനും രാജാവ് ആജ്ഞാപിച്ചു. രാജാവിന്റെ ദൂതന്മാർ ജയിലിലെത്തി പ്രവാചകനെ മോചിപ്പിച്ചു. എന്നാൽ ജയിലിൽ നിന്നിറങ്ങാൻ പ്രവാചകൻ തയ്യാറായില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഞാൻ ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങില്ല എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. ദൂതൻ രാജാവിന്റെ അടുത്ത് മടങ്ങിവന്നു. യൂസഫ് എവിടെയാണ്? രാജാവ് ചോദിച്ചു. അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഞാൻ കൽപ്പിച്ചതല്ലേ? തന്റെ നിരപരാധിത്വം സ്ഥാപിക്കുന്നതുവരെ യൂസഫ് നബി ജയിൽ വിടാൻ വിസമ്മതിച്ചു എന്ന് അവർ മറുപടി പറഞ്ഞു. തെറ്റ് ചെയ്യാതെയാണ് യൂസഫ് ജയിലിലടയ്ക്കപ്പെട്ടതെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. ഉടൻ അദ്ദേഹം ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ഭാര്യ സുലൈഖയെ കോടതിയിൽ ഹാജരാക്കി. അന്നത്തെ ആർഭാട വിരുന്നിൽ പങ്കെടുത്ത മറ്റു മന്ത്രിമാരുടെ ഭാര്യമാരെയും. എന്താണ് യൂസഫിന്റെ കഥ? രാജാവ് ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ അദ്ദേഹം അപമാനിക്കാൻ ശ്രമിച്ചു എന്നത് സത്യമാണോ? അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, ഒരു സ്ത്രീ പറഞ്ഞു. അദ്ദേഹം അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു. അദ്ദേഹം മലക്കുകളെപ്പോലെ നിഷ്കളങ്കനാണ് എന്ന് മറ്റൊരു സ്ത്രീ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ സുലൈഖയിലേക്ക് തിരിഞ്ഞു. അവളുടെ മുഖത്ത് അപ്പോൾ ചുളിവുകൾ വീണിരുന്നു. ഞാൻ അവനെ പ്രലോഭിപ്പിച്ചു, എന്നാൽ അവൻ വിസമ്മതിച്ചു. അവൾ ധൈര്യത്തോടെ സമ്മതിച്ചു. പ്രവാചകൻ നിരപരാധിയാണെന്ന് രാജാവിന് മനസ്സിലായി. പിന്നെ അവൻ പ്രവാചകനോട് കൊട്ടാരത്തിലേക്ക് വരുവാനായി കൽപ്പിച്ചു. പ്രവാചകൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ സുന്ദരനായ ആ ചെറുപ്പക്കാരനെ കണ്ട് രാജാവ് അമ്പരന്നു. കുറച്ചു സമയത്തേക്ക് പ്രവാചകന്റെ അറിവുകളെ പരീക്ഷിച്ചുകൊണ്ട് രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. പ്രവാചകന്റെ മറുപടികൾ രാജാവിനെ അത്ഭുതപ്പെടുത്തുകയും യൂസഫ് നബി വളരെ ബുദ്ധിമാനാണെന്ന് രാജാവിന് ബോധ്യപ്പെടുകയും ചെയ്തു. പിന്നെ സംഭാഷണം സ്വപ്നത്തിലേക്ക് തിരിഞ്ഞു. വരാനിരിക്കുന്ന ക്ഷാമത്തിനെതിരെ ആസൂത്രണം ആരംഭിക്കാൻ അദ്ദേഹം രാജാവിനോട് ഉപദേശിച്ചു. ക്ഷാമം ഈജിപ്തിനെ മാത്രമല്ല എല്ലാ അയൽ രാജ്യങ്ങളെയും ബാധിക്കുമെന്ന് അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. രാജാവ് പ്രവാചകനെ കർഷകരുടെ ധാന്യപ്പുരകളെ നിയന്ത്രിക്കാനായി നിയമിച്ചു. രാജ്യത്തെയും വിളകളെയും പ്രതീക്ഷിച്ച ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കാനുള്ള ആസൂത്രണങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു അത്. കാലചക്രങ്ങൾ തിരിഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രവാചകൻ ഇപ്പോൾ ഈജിപ്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടർന്നു വന്ന 7 വർഷങ്ങളിൽ പ്രവാചകൻ കൃഷിക്കാരന്റെ മേൽ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. വിളകളുടെ വിളവെടുപ്പും സംഭരണവും അദ്ദേഹം വിശ്വസ്തയോടെ നിർവഹിച്ചു. വരാനിരിക്കുന്ന ക്ഷാമക്കാലത്തേക്കുള്ള ധാന്യങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവം ശേഖരിച്ചു സംരക്ഷിച്ചു. യൂസഫ് നബി അലൈഹിസലാം ഈജിപ്തിലെ ധാന്യപ്പുരയുടെ മേൽനോട്ടക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു. 7 വർഷങ്ങളിൽ കൃഷി, വിളവെടുപ്പ്, വിളകളുടെ സംഭരണം തുടങ്ങിയവ പ്രവാചകന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. സമൃദ്ധമായ വർഷങ്ങളിൽ പ്രവാചകൻ ധാരാളം ധാന്യങ്ങൾ സംഭരിച്ചു. ഭൂമി വരണ്ടു, ഇലകൾ പൊഴിഞ്ഞു, കുളങ്ങളിലെ വെള്ളം വറ്റി. പ്രവാചകൻ പ്രവചിച്ചതുപോലെ വരൾച്ച വന്നു. രാജ്യത്തു മുഴുവൻ ക്ഷാമം വ്യാപിച്ചു. വെള്ളം എല്ലായിടത്തും വറ്റാൻ തുടങ്ങി. ഇലകൾ മഞ്ഞ നിറമായി. ആകാശത്തു നിന്നും ഒരു തുള്ളി മഴ പോലും ലഭിച്ചില്ല. ഈജിപ്തിൽ ആരും പട്ടിണി കിടന്നു മരിച്ചില്ല. കാരണം പ്രവാചകൻ വരാനിരിക്കുന്ന കഠിന നാളുകൾക്ക് വേണ്ടത്ര ധാന്യങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. യൂസഫ്, നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് രാജാവ് പ്രവാചകനോട് പറഞ്ഞു. നിങ്ങൾ ഒരാൾ കാരണം മാത്രം ഞങ്ങളുടെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സഹായം തേടുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്? രാജാവ് ചോദിച്ചു. അല്ലാഹു നമ്മെ രക്ഷിച്ചു, പ്രവാചകൻ പറഞ്ഞു. നമുക്ക് ധാരാളം ധാന്യങ്ങളുണ്ട്. ഇത് നമ്മുടെ അയൽക്കാരെ സഹായിക്കാനുള്ള സമയമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് ധാന്യങ്ങൾ കൊടുക്കാം. നിരവധി ജീവൻ രക്ഷിക്കാനാകും. രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. അതിനുശേഷം ആവശ്യാനുസരണം ധാന്യങ്ങൾ വിതരണം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു. കാനനിലും ക്ഷാമമുണ്ടായി. ഈജിപ്തിലെ
ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന വാർത്തയെക്കുറിച്ച് യാക്കൂബ് നബി കേട്ടിരുന്നു. ബെന്യാമിൻ ഒഴികെ തൻ്റെ മറ്റു പുത്രന്മാരെ ധാന്യം വാങ്ങുന്നതിനു വേണ്ടി ഈജിപ്തിലേക്ക് അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സഹോദരന്മാർ ദിവസങ്ങളോളം സഞ്ചരിച്ച് ഒടുവിൽ ഈജിപ്തിലെത്തി. വിദൂരദേശത്തു നിന്ന് വന്ന 10 സഹോദരന്മാരെക്കുറിച്ച് യൂസഫ് നബി അലൈഹിസ്സലാം കേട്ടിരുന്നു. അവർ ധാന്യങ്ങൾ ശേഖരിക്കാൻ വന്നപ്പോൾ പ്രവാചകൻ അവരെ തിരിച്ചറിഞ്ഞു. പക്ഷേ സഹോദരങ്ങൾക്ക് അദ്ദേഹത്തിന് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ സഹോദരനെ കിണറ്റിലേക്ക് തള്ളിയിട്ടതാണല്ലോ. പ്രവാചകൻ അവരെ കണ്ടുമുട്ടി. അദ്ദേഹം അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ധാന്യങ്ങൾ നൽകിയതിനു ശേഷം അവർ എവിടെ നിന്നു വരുന്നു എന്ന് ചോദിച്ചു. ഞങ്ങൾ 11 സഹോദരങ്ങൾ മഹാനായ ഒരു പ്രവാചകന്റെ മക്കളാണ്. ഞങ്ങൾ കാനനിൽ നിന്ന് വന്നവരാണ്. അവർ മറുപടി നൽകി. ഞാൻ ഇവിടെ 10 പേരെ മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. പിതാവിൻ്റെ ആവശ്യപ്രകാരം ഒരു സഹോദരനെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് എന്നവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം തൻ്റെ ബാപ്പയെയും തൻ്റെ ചെറിയ സഹോദരനെയും കാണാൻ ആഗ്രഹിച്ചു. നിങ്ങൾ സത്യസന്ധരാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. സഹോദരങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടായി. ഞങ്ങൾ എന്തിന് താങ്കളോട് കള്ളം പറയണം? അവർ അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ മുൻപിൽ കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇരട്ടി ധാന്യങ്ങൾ തരാം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈജിപ്തിലേക്ക് പ്രവേശിക്കരുത്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രവാചകൻ തൻ്റെ ജോലിക്കാരനോട് ഒരു ചെറിയ പണക്കിഴി കൊടുത്ത് അത് അവരുടെ ഒരു ചാക്കിനകത്ത് രഹസ്യമായി വയ്ക്കുവാൻ പറഞ്ഞു. ദിവസങ്ങൾക്കു ശേഷം അവർ കാനനിലെത്തി. തങ്ങളുടെ പിതാവിനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ബെന്യാമിൻ ഞങ്ങളോടൊപ്പം വരാതിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചില വസ്തുക്കൾ നിഷേധിച്ചു. ബെന്യാമിനെ ഞങ്ങളോടൊപ്പം വരാൻ അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ ധാന്യങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് മേലധികാരി ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ അവനെ പറഞ്ഞയക്കുക. എന്നാൽ പ്രായം ചെന്ന പ്രവാചകൻ ദുഃഖത്തോടെ പറഞ്ഞു, ബെന്യാമിനെ നിങ്ങളോടൊപ്പം വിടാൻ അനുവദിക്കില്ല. ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? യൂസഫിനോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നീട് ധാന്യം നിറച്ച ചാക്കുകൾ തുറന്നപ്പോൾ പണക്കിഴി കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പിതാവേ, ആ മഹാനായ ഉദ്യോഗസ്ഥൻ നമ്മുടെ പണം മടക്കി നൽകിയിരിക്കുന്നു. നമ്മുടെ സഹോദരനെ അവർ ദ്രോഹിക്കില്ല എന്നതിൻ്റെ തെളിവാണിത്. എന്നാൽ പ്രവാചകൻ വീണ്ടും നിരസിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അവരുടെ ധാന്യങ്ങൾ തീർന്നു തുടങ്ങി. യാക്കൂബ് നബി തൻ്റെ മക്കളോട് വീണ്ടും ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ബെന്യാമിൻ ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിയില്ല എന്ന് ഒരു സഹോദരൻ പറഞ്ഞു. ഈജിപ്തിലെ ഉദ്യോഗസ്ഥൻ നൽകിയ മുന്നറിയിപ്പ് അവർ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ അവസാനം സമ്മതിച്ചു. പക്ഷേ അവർ ബെന്യാമിനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാമെന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു അത്. നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിന് അല്ലാഹു സാക്ഷിയാണ്. അവർ പോകുന്നതിനു മുമ്പ് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. പ്രവാചകൻ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. സഹോദരന്മാർ ബെന്യാമിനെ നന്നായി പരിപാലിച്ചു. അവർ ഈജിപ്തിലെത്തിയപ്പോൾ യൂസഫ് നബി അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. അദ്ദേഹം അവർക്ക് ഒരു വിരുന്നൊരുക്കി. അദ്ദേഹം അവർക്ക് ജോഡികളായി കസേരയിട്ടു. തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ബെന്യാമിൻ്റെ അടുത്ത് അദ്ദേഹം ഇരുന്നു. ബെന്യാമിൻ കരയുന്നത് അദ്ദേഹം കണ്ടു. നീ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം തൻ്റെ ഇളയ സഹോദരനോട് ചോദിച്ചു. എൻ്റെ സഹോദരൻ യൂസഫ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു തന്നെ ഇരിക്കുമായിരുന്നു എന്ന് ബെന്യാമിൻ പറഞ്ഞു. ആ രാത്രി പ്രവാചകനും ബെന്യാമിനും ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ തൻ്റെ സഹോദരനോട് ചോദിച്ചു, നിനക്ക് എന്നെ നിന്റെ സഹോദരനെപ്പോലെ കാണാൻ കഴിയുമോ? ബെന്യാമിൻ ബഹുമാനപൂർവ്വം മറുപടി പറഞ്ഞു, ഒരിക്കലും തൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. ഇത് കേട്ട് പ്രവാചകൻ തകർന്നുപോയി. ബെന്യാമിൻ, ഞാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട സഹോദരനാണ്. വർഷങ്ങൾ കഴിഞ്ഞ് വിധി നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ബെന്യാമിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. സമയമാകുന്നതുവരെ ഇത് രഹസ്യമായി സൂക്ഷിക്കണം.
പ്രവാചകൻ പറഞ്ഞു. ബെന്യാമിൻ സമ്മതിച്ചു. അവൻ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയും ചെയ്തു. അടുത്ത ദിവസം സഹോദരന്മാർ ധാന്യച്ചാക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂസഫ് നബി തൻ്റെ ജോലിക്കാരനോട് ബെന്യാമിൻ്റെ ചാക്കിനകത്ത് സ്വർണത്തിൻ്റെ അളവ് പാത്രം രഹസ്യമായി വയ്ക്കാൻ ആവശ്യപ്പെട്ടു. സഹോദരന്മാർ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ പടയാളികൾ ഓടിവന്നു. സഹോദരന്മാരെ, അവിടെ നിൽക്കൂ, നിങ്ങൾ മോഷ്ടാക്കളാണ്, പടയാളികൾ ആക്രോശിച്ചു. ചുറ്റുമുള്ള ജനങ്ങൾ ഇത് കേട്ടു. അവർ സഹോദരന്മാർക്ക് ചുറ്റും കൂടി. ആശയക്കുഴപ്പത്തിലായ സഹോദരന്മാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? രാജാവിൻ്റെ സ്വർണ്ണക്കപ്പ് എന്ന് സൈനികൻ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ല എന്ന് മറ്റൊരു സഹോദരൻ പറഞ്ഞു. സഹോദരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രവാചകൻ ഒരു സൈനികനോട് നിർദ്ദേശിച്ചു. മോഷണത്തിന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ നൽകുന്നത്? ഞങ്ങളുടെ നിയമമനുസരിച്ച് മോഷ്ടിച്ച ആൾ വസ്തുവകകളുടെ ഉടമയ്ക്ക് അടിമയായി തീരും. ഒരു സഹോദരൻ പറഞ്ഞു. ഈജിപ്തിലെ നിയമത്തിനു പകരം ഞങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പാക്കാൻ പോകുന്നു. ഒരു സൈനികൻ പറഞ്ഞു. അവർ അവരുടെ ചാക്കുകൾ ഓരോന്നായി തിരയാൻ തുടങ്ങി. ബെന്യാമിൻ്റെ ചാക്കെത്തിയപ്പോൾ അവർ അതിൽ നിന്നും സ്വർണ്ണക്കപ്പ് പുറത്തെടുത്തു. സഹോദരങ്ങൾ ഞെട്ടി. അവർ പിതാവിനെക്കുറിച്ചും പിതാവിന് നൽകിയ പ്രതിജ്ഞയെക്കുറിച്ചും ഓർത്തു. അവർ ദയയ്ക്കുവേണ്ടി പ്രവാചകനോട് യാചിക്കാൻ തുടങ്ങി. അവന് പകരം ഞങ്ങളിൽ ഒരാളിനെ കൊണ്ടുപോവുക, അവർ അപേക്ഷിച്ചു. പ്രവാചകൻ ശാന്തമായി മറുപടി പറഞ്ഞു. രാജകീയ പാത്രം മോഷ്ടിച്ചതറിഞ്ഞിട്ട് എനിക്കെങ്ങനെ അവനെ വെറുതെ വിടാൻ കഴിയും? അത് പാപമാണ്. സഹോദരന്മാരിൽ മൂത്തവനായ ജൂദ ദുഃഖത്തോടുകൂടി പറഞ്ഞു. ബെന്യാമിനെ തിരികെ കൊണ്ടുവരുമെന്ന് പിതാവിന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്റെ പിതാവ് എന്നെ അനുവദിക്കുന്നതുവരെ, അല്ലെങ്കിൽ ബെന്യാമിനെ സ്വതന്ത്രനാക്കുന്നതുവരെ ഞാൻ ഇവിടം വിട്ടു പോവുകയില്ല. ജൂദയെ അവിടെ ഉപേക്ഷിച്ച് സഹോദരങ്ങൾ യാത്രയായി. അയാൾ അവിടെ ബെന്യാമിന്റെ വിധിക്ക് വേണ്ടി കാത്തിരുന്നു. ജൂദയുടെ പെരുമാറ്റം വീക്ഷിക്കാൻ പ്രവാചകൻ രഹസ്യമായി ഏർപ്പാട് ചെയ്തു. പ്രവാചകൻ സഹോദരന്മാരുടെ ആത്മാർത്ഥത പരിശോധിക്കുകയായിരുന്നു. അവരുടെ സഹോദരനു വേണ്ടി അവർ മടങ്ങിവരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. കുറേ ദിവസം യാത്ര ചെയ്ത ശേഷം സഹോദരന്മാർ അവരുടെ വീട്ടിലെത്തി. പിതാവേ, അങ്ങയുടെ മകൻ മോഷ്ടിച്ചു, ഒരു സഹോദരൻ പറഞ്ഞു. വൃദ്ധനായ ആ പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി. അവർ എന്താണ് അർത്ഥമാക്കിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സംഭവിച്ചതെന്തെന്ന് വിശദീകരിക്കാൻ അദ്ദേഹം അവരോട് പറഞ്ഞു. കൊട്ടാരത്തിൽ ഒരു വിരുന്ന് നൽകപ്പെട്ടതും ധാന്യങ്ങൾ കിട്ടിയതും ബെന്യാമിൻ്റെ ചാക്കിൽ നിന്നും രാജാവിൻ്റെ സ്വർണ്ണക്കപ്പ് കണ്ടെത്തിയതുമെല്ലാം സഹോദരന്മാർ അദ്ദേഹത്തോട് വിവരിച്ചു കൊടുത്തു. പ്രവാചകൻ അവരുടെ കഥ കേട്ടപ്പോൾ അതിൽ ദൈവത്തിൻ്റെ കൈ ഉണ്ടെന്നും അല്ലാഹു നബിയെ പരീക്ഷിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരിൽ 2 പേരെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന് കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഒരുപക്ഷെ അല്ലാഹു 2 പേരെയും എനിക്ക് തിരികെ തരുമായിരിക്കും. തീർച്ചയായും അല്ലാഹു സർവശക്തനും യുക്തിമാനുമാകുന്നു. പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തിയ അദ്ദേഹം വിശ്വാസവും സഹിഷ്ണുതയും ബലപ്പെടുത്തി. പ്രവാചകൻ തന്റെ മകൻ യൂസഫിന്റെ നഷ്ടം മൂലം വർഷങ്ങളോളം കരഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ബെന്യാമിനു വേണ്ടിയും കരയുന്നു. അനേക വർഷങ്ങൾ വിലപിച്ച ശേഷം പ്രവാചകന് ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. പിതാവേ, എന്തിനാണ് താങ്കൾ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? പുത്രന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു. എന്റെ ദുഃഖവും വിഷമവും ഞാൻ അല്ലാഹുവിനോട് വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ അല്ലാഹുവിങ്കൽ നിന്ന് അറിയുന്നുണ്ട്, പ്രവാചകൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും തന്റെ പുത്രന്മാരോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സഹോദരന്മാർ 3-ാം തവണയും ഈജിപ്തിലേക്ക് പോയി. അവർ ഈജിപ്തിലെത്തി ജൂദയെയും കൂട്ടി യൂസഫ് നബിയുടെ അടുത്തേക്ക് പോയി. സ്വന്തം സഹോദരന്മാരുടെ ദുഃഖങ്ങൾ അധികനേരം കേട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം ചിന്തിച്ചു, എത്രനാൾ എനിക്ക് ആ സത്യം മറച്ചുപിടിക്കാനാവും? എന്റെ പിതാവിനെ കാണാതെ എത്രനാൾ എനിക്ക് കഴിയാനാവും? അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് യൂസഫിനോടും അവന്റെ സഹോദരനോടും നിങ്ങൾ ചെയ്തതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ?
തങ്ങൾക്കും യൂസഫ് നബിക്കും മാത്രം അറിയാവുന്ന രഹസ്യമാണതെന്ന് സഹോദരന്മാർക്ക് അറിയാമായിരുന്നു. അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ സഹോദരൻ യൂസഫാണോ? അതെ, ഞാൻ യൂസഫാകുന്നു. അദ്ദേഹം പറഞ്ഞു, ബെന്യാമിൻ എന്റെ സഹോദരനാണ്. അല്ലാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ആര് അല്ലാഹുവിനോട് ഭക്തിയുള്ളവരും ക്ഷമയുള്ളവരുമാകുന്നുവോ അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. സഹോദരന്മാർ ഭയന്ന് വിറച്ചു. എന്നാൽ യൂസഫ് നബി അവരെ ആശ്വസിപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തവരാണ്. അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ. പ്രവാചകൻ പറഞ്ഞു, അവൻ പരമകാരുണികനും കരുണാനിധിയുമാകുന്നു. പല ഉത്തരവാദിത്വങ്ങളും തനിക്കുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഈജിപ്റ്റ് വിട്ട് പോകുവാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഒരു കുപ്പായം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് തടവുക. അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും. പിന്നെ കുടുംബവുമായി ഇങ്ങോട്ട് വരിക. സഹോദരന്മാർ അത് സമ്മതിച്ചു. അവർ കാനനിലേക്ക് പോയി. യാത്രാസംഘം കാനനിലെത്തിയപ്പോൾ തന്നെ യാക്കൂബ് നബിക്ക് തന്റെ മകൻ യൂസഫ് നബിയുടെ സുഗന്ധം വായുവിലൂടെ ലഭിച്ചു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയി. യാക്കൂബ് നബി തന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. മൂത്ത മകന്റെ ഭാര്യ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് എന്തുപറ്റി? മറ്റേയാൾ ചോദിച്ചു, എനിക്ക് യൂസഫിന്റെ സുഗന്ധം വായുവിലൂടെ ലഭിച്ചു. പ്രവാചകൻ മറുപടി പറഞ്ഞു. അവർക്ക് യാതൊരു പ്രത്യാശയുമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തനിച്ചുവിട്ടു. ആ രാത്രിയിൽ നോമ്പ് തുറക്കുവാനായി അദ്ദേഹം ഒരു ഗ്ലാസ് പാൽ ആവശ്യപ്പെട്ടു. പുത്രന്മാർ സമീപത്തെത്താറായപ്പോൾ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ വീടിനടുത്തെത്തിയപ്പോൾ പ്രവാചകൻ പുറത്തേക്ക് വന്നു. അവരോട് ചോദിച്ചു, ഞാൻ യൂസഫിന്റെ സുഗന്ധം വായുവിലറിയുന്നു. ഇത് സത്യമാണോ അതോ തോന്നലാണോ? അങ്ങ് തീർച്ചയായും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭാര്യമാരിൽ ഒരാൾ പറഞ്ഞു. പക്ഷെ പ്രവാചകൻ പറഞ്ഞത് സത്യമായിരുന്നു. അനന്തരം ആ സന്തോഷവാർത്തയുമായി അവരെത്തി. അവർ ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്ത് വച്ചു കൊടുത്തു. അത്ഭുതം! കുപ്പായം മുഖത്ത് വച്ച ഉടനെ തന്നെ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. സഹോദരന്മാർ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ പാപങ്ങൾ ചെയ്തുപോയി. ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അവർ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കു വേണ്ടി അല്ലാഹുവിനോട് മാപ്പപേക്ഷിക്കാം. അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യവാനുമാണ്. തുടർന്ന് പ്രവാചകൻ തന്റെ മകനെ കാണാനായി ഈജിപ്തിലേക്ക് പോയി. യൂസഫ് നബി അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ യൂസഫ് നബി തന്റെ പിതാവിനെ സിംഹാസനത്തിലിരുത്തി. പ്രവാചകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും സഹോദരന്മാരും യൂസഫ് നബിയുടെ മുമ്പിൽ പ്രണാമം ചെയ്തു. യൂസഫ് നബി പറഞ്ഞു, ഇതായിരുന്നു ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ കണ്ട സ്വപ്നം. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്കു മുൻപിൽ